പരിശുദ്ധ റമദാനില് നമ്മുടെ ഓരോ നാട്ടിലെയും പള്ളികൾ കേന്ദ്രീകരിച്ച് ഇഫ്താർ സംഗമങ്ങൾ നടക്കാറുണ്ട്. എല്ലാ ദിവസവും ഓരോരുത്തർ സ്പോൺസർഷിപ്പിലൂടെ നൽകുന്ന ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ പള്ളികൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള മനോഹരമായ ഇഫ്താർ വേദികളൊക്കെ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു ദിവസത്തെ ഇഫ്താറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ഇഫ്താർ സംഗമങ്ങൾക്ക് പിന്നിലും ഒരുപാട് ആളുകളുടെ പ്രയത്നം അതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. നോമ്പുതുറയുടെ മണിക്കൂറുകൾക്ക് മുമ്പേ തന്നെ ഇതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തണം. അതിന് നമ്മുടെ നാട്ടിലെ സന്നദ്ധരായിട്ടുള്ള ചെറുപ്പക്കാരാണ് അതിന്റെ പിന്നിലുള്ളത്. അല്ലെങ്കിലും നാട്ടിലെ ഓരോ നന്മകളും ഇത്ര മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്തിനും തയ്യാറായിട്ടുള്ള സന്നദ്ധ സേവകരായിട്ടുള്ള ഇത്തരം ഒത്തിരി ചെറുപ്പക്കാരുടെ പ്രയത്നം കൊണ്ട് മാത്രമാണ്. ഇത് സാധാരണ നടക്കുന്ന ഒരു നോമ്പുതുറയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ഗ്രാൻഡ് ഇഫ്താർ മീറ്റ് നാട്ടിലെയും പരിസര പ്രദേശങ്ങളിലേക്കുള്ള ആളുകളൊക്കെ പങ്കെടുക്കുന്ന വലിയൊരു ഇഫ്താർ സംഗമം കൂടെ വരാനിരിക്കുന്നുണ്ട്. ഇത് സാധാരണ നടക്കുന്ന ഓരോരുത്തർ സ്പോൺസർഷിപ്പിലൂടെ കൊടുക്കുന്ന ഫണ്ട് ഉപയോഗിച്ചിട്ട് നടത്തുന്ന ഇഫ്താർ സംഗമമാണ്. നിങ്ങളുടെയൊക്കെ നാടുകളിൽ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും. ഒരുപാട് സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഒരുപാട് മതസംഘടനകളൊക്കെ ഇന്ന് വഴിയോരങ്ങളിൽ ഇഫ്താർ ടെന്റുമായിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾ അവരെയൊക്കെ കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റാവുന്ന എന്തെങ്കിലും ഫണ്ട് അവർക്ക് നൽകുകയാണ് എന്നുണ്ടെങ്കിൽ വലിയൊരു നന്മയായിട്ട് അത് മാറും. കാരണം വിശന്നു വലഞ്ഞ് റോഡിലൂടെ തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് യാത്രക്കാരാണ് നിങ്ങൾ സഹായിക്കുന്നത്. അതിനേക്കാളൊക്കെ അപ്പുറം അള്ളാന്റെ റസൂല് പറഞ്ഞതുപോലെ നമ്മൾ ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ അവന് നോമ്പ് തോറ്റതുപോലെയുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അവന്റെ നോമ്പിൽ നിന്ന് ഒരു പ്രതിഫലം തന്നെ കുറയാതെ അവൻ നോമ്പ് തോറ്റതുപോലെയുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കും. അപ്പൊ ഒരു സംഘത്തിന് നമ്മൾ നോമ്പ് തുറപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കൂലിയാണ് നമുക്ക് അതിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്.